me that I'm never gonna make it. They want me to. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് ഇവിടെ എൻ്റെ പുറകിലൊക്കെ കാണുന്നത് കുറേ സ്റ്റോൾസ് ഉണ്ട്. ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ബ്യൂട്ടി ഇന്ത്യയുടെ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഗോദ്രേജിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഗോദ്രേജ് എന്തൊക്കെയാണ് പുതിയ പ്രോഡക്ട്സുകൾ ഇറക്കിയിരിക്കുന്നത്, അതുപോലെ ഇവിടെ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വാ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ബ്യൂട്ടി വിത്ത് ജ്വൽ. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ബ്യൂട്ടി ഇന്ത്യ എക്സ്പോ 2023 നടന്നത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗോദ്രേജിൻ്റെ സ്റ്റോളിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഏറ്റവും പുതിയ പ്രോഡക്ട്സുകൾ അവരവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരുടെ എക്സിക്യൂട്ടീവ് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ നിരവധി സ്റ്റോളുകൾ ഇവിടെ ഉണ്ടായിരുന്നു പ്രൊഫഷണൽ ബ്യൂട്ടി എക്സ്പോയുടെ ഭാഗമായിട്ട്. സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ എക്സ്ക്ലൂസീവ് സെഷനും ഇവിടെ കണ്ടക്ട് ചെയ്തിരുന്നു. Some call it a twisting, whatever, two strand, whatever, yeah. As long as you understand what I'm doing, right? Okay. I've already toned the hair with number 22 tone. I've left this portion fringe which is going to be open. So how much ever the hair is, like you know, the സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ എക്സ്ക്ലൂസീവ് സെഷനിൽ ഡയമൻഷൻ ആൻഡ് ഒബ്രേജ് പുതിയ കളക്ഷനായിട്ടുള്ള ഡയമൻഷൻ ആൻഡ് ഒബ്രേജ് കളക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ പുതിയ സ്റ്റണ്ണിങ് ഹെയർ സ്റ്റൈലിനെ കുറിച്ചും ഹെയർ കളറിൻ്റെ ലുക്സിനെ കുറിച്ചും എല്ലാം തന്നെ അവർ സംസാരിച്ചിരുന്നു. ഗോദ്രേജിൻ്റെ പ്രൊഫഷണൽ പ്രൊഡക്റ്റുകളാണിത്. മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള പ്രൊഡക്റ്റുകളല്ല, ഡയറക്റ്റ് സലൂൺ ഡിവിഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഗോദ്രേജ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റുകൾ. ഇതിൽ നമ്മൾ ഹെയർ കാറ്റഗറി ഏറ്റവും പ്രീമിയം റേഞ്ചിലുള്ള ഹെയർ കാറ്റഗറി പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹെയർ കളേഴ്സ് ഉണ്ട്, അതുപോലെ കെരാറ്റിൻ പ്രൊഡക്റ്റുകളുണ്ട്, റീറ്റെയിൽ ഷാമ്പൂ കണ്ടീഷണർ ഐറ്റംസ് ഉണ്ട്, അതുപോലെ സ്റ്റൈലിംഗ് പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലും അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കീമുകളിലും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഷോയിൽ നമ്മൾ നല്ല അട്രാക്റ്റീവ് ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. അതായത് കെരാറ്റിൻ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിനൊന്ന് ഫ്രീ, അതായത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു കെരാറ്റിൻ ഫ്രീ ആണ് കൊടുക്കുന്നത്. അതുപോലെ റീറ്റെയിൽ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. നമുക്ക് 2 പ്രൊഡക്റ്റിന് 1 പ്രൊഡക്റ്റ് വീതം ഫ്രീ ഉണ്ട്. അതുപോലെ കളർ കാറ്റഗറി പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് 2+1 ഓഫറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അറേഞ്ച്ഡാണ്. നമുക്ക് അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ഓഫറുകൾ എടുക്കാം. ഇപ്പോൾ ഈ സ്കീമുകൾ നമുക്ക് സ്പെഷ്യൽ സ്കീമുകളാണ് ഇന്നിപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. നമ്മളോട് കൂടാണ്ട് നല്ല അട്രാക്റ്റീവ് സ്കീമുകൾ, കോൺട്രാക്ട് സെക്ഷൻസുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ് നിങ്ങൾക്കിവിടെ. ഇപ്പോൾ നമ്മളുടെ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ നമ്മൾക്ക് വരുന്നത് ഇപ്പോൾ സ്പാ റേഞ്ചാണ്. നമ്മൾ പ്രീമിയം കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഹൈ റേഞ്ചിൽപ്പെട്ട കമ്പനികളുടെ സ്പായുടെ അതേ കാറ്റഗറി പ്രൊഡക്റ്റുകളാണ്. നമുക്കത് ഡാമേജ് ഹെയറിനെ റിപ്പയർ ചെയ്യാനുള്ളതും അതുപോലെ സ്മൂത്തായിട്ട് എടുക്കാനുള്ള ഹെയറുകൾക്കുള്ള ഒരു മോയ്സ്ചറൈസിങ് കവറേജിന് വേണ്ടിയിട്ടുള്ള 2 സ്പാകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള അതേ പ്രൊഡക്റ്റുകൾ തന്നെ അതേ ക്വാളിറ്റിയിൽ നമ്മൾ പ്രീമിയം റേഞ്ചിൽ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ് പ്രൊഡക്റ്റാണ്, മേക്ക് ഇൻ ഇന്ത്യ കൺസെപ്റ്റിൽ ഇന്ത്യൻ ബ്രാൻഡ് പ്രൊഡക്റ്റുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിത് നമ്മുടെ എല്ലാ ഹെയറിനും പറ്റിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഗോദ്രേജിൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റുകൾ മോഡൽസിനെ റെഡിയാക്കിയിരുന്നു. ആ റാം ഷോയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനൊപ്പം തന്നെ ഇതിൻ്റെ ഷോ സ്റ്റോപ്പറായിട്ട് എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടിയായിട്ടുള്ള രജീഷ വിജയനാണ്. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off, wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do, and when you're making money make sure you don't spend it too soon. That I'll do what I wanna do, I got a different path from everyone and that includes you. Who are you to tell me how to live life? In these times it feels like nobody is right, yeah. So I'ma figure out what else we succeed, and then invest all of my time into that and proceed. I need whatever the hell could make me happy, and I don't think you have a clue what could that be. They tell me that I'm never gonna make it, they want me to do something that can make sense. They hate it, especially if I'm getting rid of the devils. They think that I am a rebel, I think they want me to settle. There's nobody on my level, they think that work is too stressful. I think that work is essential, the grind is all in your mental. And I don't think you understand what I'll go through just to be in control of my life soon. All the negativity, man, I'm immune. I don't really need a mask with all I've been through. I've been making changes for the ages. 5-10 year plans are contagious. I attack that shit, I'm tenacious. And if you ain't, get the fuck out of my way then. Got one life, I won't regret it. I will fight until I get it. I'll look back one day from heaven and say, damn, I learned some lessons. And say, damn, I had no questions. I had fun in every second, and the journey was a blessing, yeah. They tell me that I'm never gonna make it. They want me to do something that can make sense. Ideas
ഇതാ എൻ്റെ കൂടെ രജീഷ ഉണ്ട്. രജീഷ ഇപ്പോൾ ഒരു റാംബോക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഗോദ്രേജിൻ്റെ. എങ്ങനെയുണ്ടായിരുന്നു ഗോദ്രേജിനോടൊപ്പം ആ ഒരു ജേണി? നല്ലതായിരുന്നു. എനിക്ക് കുറച്ച് കാലം ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് അപ്പം ഞാനിങ്ങനെ ഇവർ മറ്റേ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പം പൊതുവേ എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുടിക്ക് ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. അതിപ്പോൾ നമ്മൾ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഇപ്പോൾ ഡാമേജ് വരുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത് ഈ സൾഫേറ്റ്, പാരബൻ ഇതൊക്കെ ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഏതാണ്. അപ്പം അവരുടെ ഒരു പുതിയ കെയർ എന്ന് പറയുന്ന റേഞ്ച് വരുന്നുണ്ട്. അത് ആക്ച്വലി ഇപ്പം ബോട്ടോ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്മൂത്തനിങ്, ഹെയറിൽ സ്മൂത്തനിങ് ചെയ്യുന്നവരുണ്ടല്ലോ. അത് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും പേർക്കും ഈ ഡാമേജ് വരും. അപ്പോൾ ഡാമേജ് വരുമ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു കെയർ റേഞ്ചും കൂടെ അവർ തുടങ്ങിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ബോട്ടോ സ്മൂത്ത് ട്രീറ്റ്മെൻറ്റിൽ ഇവർക്ക് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന കെമിക്കൽ ഇല്ല. അതുപോലെ തന്നെ കെയർ റേഞ്ചിൽ പാരബനും സൾഫേറ്റും ഇല്ല. ഇത് ഭയങ്കര മോശമാണ് നമ്മുടെ ഹെയറിന്, ആക്ച്വലി ഭയങ്കര മോശമായിട്ടുള്ള 3 കെമിക്കൽസാണ്. അതില്ല എന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. യൂസ് ചെയ്യാറുണ്ടോ അത്? ഞാനാ ഇപ്പം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുടിയിൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഇവർ പറഞ്ഞതുകൊണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ കൊലാബറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും. പക്ഷേ പൊതുവേ എൻ്റെ മുടി ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നാച്ചുറലി എനിക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആണ് ഹെയർ തന്നെ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു വേവിയും കേളി ആയിട്ടുള്ള ഹെയറിൽ ഈ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇതുപോലെ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഹെയറിൽ ഇപ്പോൾ ഗോദ്രേജിന്റെ ഏതെല്ലാം പ്രോഡക്റ്റുകൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാം? ഇപ്പം നമ്മൾ വന്ന ഈ 2 റേഞ്ചാണ്, ബോട്ടോ സ്മൂത്തും കെയറും ആണ് ഇപ്പം ഇതിനു വേണ്ടി ചെയ്തത്. അത് ഈ പരിപാടി ഉള്ളത് കൊണ്ട് നമ്മൾ ട്രൈ ചെയ്തിട്ട് വേണമല്ലോ കൊളാവ് ചെയ്ത് കൊടുക്കാനല്ലേ. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഞാനാണ് നിങ്ങളല്ലേ പറയുന്നത്, കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടിട്ട് സൂപ്പറാണ് അല്ലേ, നമുക്കൊരു ഫീല് തോന്നുമല്ലോ. ഐ തിങ്ക് ഇറ്റ്സ് വെരി നൈസ്. ഹെയർ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ എന്താ ഉള്ളത്? അങ്ങനെ ചെയ്യാറുള്ളത്, എനിക്ക് സത്യം പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നല്ല മുടിയാണ്. എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും അമ്മമ്മയ്ക്കൊക്കെ നല്ല മുടി. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ തോന്നിയ ദിവസം മുടിയിൽ കാണിച്ചാലും മുടി അങ്ങനെ അത്ര പെട്ടെന്ന് പോകാറില്ല. ദൈവം സഹായിച്ചിട്ട് അത് നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര വലിയൊരു കാര്യമാണ്. പക്ഷെ അല്ലാതെ ഞാൻ കൂടുതലും ചെയ്ത് വീട്ടിൽ കാച്ചിയ എണ്ണ തലയിൽ തേക്കും. ഒരു ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ തലയിൽ ചൂടാക്കിയിട്ട് തേച്ചിട്ട് അതിൻ്റെ കൂടെ മുട്ടയുടെ വെള്ളയും നമ്മളുടെ കറ്റാർ വാഴയുടെ സാധനങ്ങളൊക്കെ വെച്ച് തേച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതലും കെമിക്കൽസിലോട്ട് പോകാറില്ല. പക്ഷെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ മുടിക്ക് അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നുന്ന കെമിക്കൽസ് ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആണ്, അതാണ് നോക്കി വാങ്ങുന്നത്. അല്ലാണ്ട് മറ്റേ ഭയങ്കരമായിട്ടുള്ള ഈ പാർലറിൽ പോയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഞാൻ അധികം ചെയ്യാറില്ല. ഓക്കെ, എത്ര നാളായി ഗോദ്രേജിന്റെ കൂടെയുള്ള ഈ ഒരു ജേണി വരുന്നത്? ഇപ്പം മുതലങ്ങ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, താങ്ക് യു രജീഷ. താങ്ക് യു സോ മച്ച്. രജീഷയുടെ ഗോദ്രേജ് എക്സ്പീരിയൻസ് ആൻഡ് ആ ഒരു ഹെയർ കെയർ ചെയ്യുന്ന രീതികളെ കുറിച്ചൊക്കെ കേട്ടല്ലോ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇവിടെ ഞാൻ ഇതിൻ്റെ സ്റ്റോളിൽ നോക്കിയിരുന്നു. അപ്പോൾ ഗോദ്രേജിൻ്റെ കുറേ പുതിയ പ്രോഡക്ട്സുകൾ, ഇപ്പോൾ ഡയമ ൻഷൻ ആൻഡ് ഒബ്രേജ് കളക്ഷനൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ്. അതുപോലെ തന്നെ ഹെയർ കളേഴ്സ്, അതുപോലെ ഹെയർ പ്രോഡക്ട്സുകൾ, ഹെയർ കെയർ പ്രോഡക്ട്സുകളുടെയും അതുപോലെ തന്നെ സ്റ്റൈലിങ്ങിൻ്റെയും കെരാറ്റിൻ്റെയും എല്ലാം തന്നെ നിരവധി പ്രോഡക്ട്സുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു ഹെയർ കളർ ലുക്സ്, അതുപോലെ അതിൻ്റെ ആ ഒരു ഡയമെൻഷൻ എല്ലാത്തിനും തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്രോഡക്ട്സുകൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെ ഇവരുടെ ഈ ഒരു സ്റ്റോളിൽ നിന്ന് വാങ്ങുന്നവർക്ക് സ്പെഷ്യൽ ഓഫറും ഉണ്ട്. അപ്പോൾ ഈ ഇടയായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ സ്റ്റോളുകൾ വരുന്നുണ്ട്. നമുക്ക് ഓഫറിന് തന്നെ ഇവരുടെ ഒറിജിനൽ പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ പ്രൊഫഷണൽ ബ്യൂട്ടി ഇന്ത്യ എക്സ്പോ 2023 ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനും കെയറിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് കളക്ഷനും നമുക്ക് കാണാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കൂട്ടായിട്ട് കൂടിയില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ഇതുപോലെ പ്രോഡക്ട്സിനെ കുറിച്ചും ബ്യൂട്ടിയെക്കുറിച്ചും ഫാഷൻ ലൈഫ് സ്റ്റൈൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ.